ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. പിന്നീട് ഏകാദശ സ്കന്ധം ആരംഭിക്കുകയാണ്. ആരംഭിക്കുന്നത് ഒരു ശാപത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടാണ്. ഭഗവാന്റെ മക്കളും പേരക്കുട്ടികളും ഒക്കെ വളരെ അഹങ്കാരികളായിട്ട് മാറി എന്നാണ്. അപ്പോൾ അവിടെ ഇടയ്ക്കിടയ്ക്ക് ദ്വാരകയിൽ ഋഷീശ്വരന്മാർ വരും. അപ്പോൾ ജാമ്പവതി സുതനായിട്ടുള്ള സാമ്പൻ്റെ നേതൃത്വത്തിൽ ഇവരെന്ന് കളിയാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം അവിടെ നടക്കുകയാണ്. ഈ സാമ്പനെ പെൺവേഷം കെട്ടിച്ചു. എന്നിട്ട് ഋഷീശ്വരന്മാർ വരുമ്പോൾ ഇവർക്ക് അവരെ വലിയ വിലയൊന്നുമില്ല, മഹാത്മാക്കളാണ്. അവരാണെങ്കിലോ എപ്പോഴും കൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ട് വരികയാണ്. അവരെ കളിയാക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചു. ശരിക്കും സാമ്പൻ ആരാണ്? ആൺകുട്ടിയാണ്. ഇവൾ ഇപ്പോൾ ഗർഭിണിയാണ്, കുറച്ച് വേഷമൊക്കെ കെട്ടിയിട്ടാണെന്നാണ്. എന്ത് കുട്ടിയാണ് പ്രസവിക്കുക? ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? നിങ്ങൾ ദീർഘദൃഷ്ടിയുള്ളവരല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്ന് പൊക്കി പറഞ്ഞിട്ട് ചോദിക്കുകയാണ്. പപ്രച്ചുർ അവനീത വിനീതവെന്ന്. വിനയം എന്ന് പറഞ്ഞത് അടുത്തുകൂടെ പോയിട്ടില്ല. അങ്ങനെയുള്ളവർ എങ്ങനെയാണ് വിനയത്തോട് കൂടിയിട്ട് അഭിനയിച്ചിട്ടാണ് ചോദിക്കുന്നത്. അവർക്ക് ദേഷ്യമൊന്നും ഇത് കേട്ട ഋഷീശ്വരന്മാർക്ക് നമ്മൾ സാധാരണ പറയാറില്ലേ, ദേഷ്യം വരുമ്പോൾ ഒലക്കയുടെ മൂട പറയാറില്ലേ, അതിലൊരു ലേശം കൂടി അവർ കൂട്ടി. ഒലയ്ക്ക കുലം നശിക്കുന്ന നിന്റെ ഒരു ഒലക്കയാണ് പ്രസവിക്കുക. മുസലം കുലനാശനം. അവരതത്ര കാര്യമൊക്കെയൊന്നുമില്ല. വേഷം കെട്ടൊക്കെ അഴിച്ചു നോക്കിയപ്പോഴാണ് എന്താണ് ഒരു ഇരുമ്പിൻ്റെ ചെറിയൊരു ഒലക്ക പോലത്തെ ഒരു രൂപം ചെറുതായിട്ട് പറഞ്ഞ വാക്കുകളെ സത്യമാക്കത്തക്ക രീതിയിൽ കണ്ടു എന്നാണ്. ഇത് കണ്ടപ്പോൾ അവർ പേടിച്ചു. വേഗം കൃഷ്ണനോടൊന്നും ചെന്ന് പറഞ്ഞില്ല. രാജകൊട്ടാരത്തിൽ പോയിട്ട് ഉഗ്രസേനോട് പറഞ്ഞു. രാജ്ഞ ആവേദയൻ ചക്രു സർവ യാദവ സന്നിധം എന്നാണ്. അപ്പോൾ പെട്ടെന്ന് അവരൊരു പരിഹാരം കണ്ടെത്തി. ഇത്ര ചെറിയ ഒലക്കയല്ലേ, ഇതിനെ എന്ത് ചെയ്യുക? ഇതിനെ രാഗി പൊടിക്കുക, എന്നിട്ട് കടലിലെറിയുക. പെട്ടെന്ന് വേണമെന്നാണ്. എന്നാൽ പിന്നെ അതുകൊണ്ടുള്ള ശല്യം ഉണ്ടാവില്ലല്ലോ. അവസാനം എന്ത് ചെയ്തു? പൊടിച്ചു. പൊടിയാൻ പറ്റാത്ത ചെറിയൊരു കഷ്ണം അവശേഷിച്ചു. ഇനിയിപ്പോൾ അതും കൊണ്ട് എന്ത് കുലം മുടിയാനാ എന്നും പറഞ്ഞിട്ട് ഇതിനെയൊക്കെ പാടെ കൂടിയിട്ട് പൊടിഞ്ഞിട്ട് എന്ത് ചെയ്തു? കടലിൽ കൊണ്ടുപോയിട്ട് എറിഞ്ഞു എന്നാണ്. ഈ ബാക്കി കാര്യം നാളെയാണ് അനുസ്മരിക്കുക. ഈ എറിഞ്ഞ പൊടിയൊക്കെ എന്ത് ചെയ്തു? തിരിച്ച് ഇങ്ങടന്നെ തിരമാലകളുടെ സഹായത്തോടെ ഇങ്ങടന്നെ എത്തിയെന്നും അത് ഏരക പുല്ലുകളായിട്ട് മാറിയെന്നും അവസാനം യദുകുല നാശനത്തിന് അതുപോലും എടുത്തിട്ട് വെട്ടി മുറിയേൽപ്പിച്ചു എന്നും കൂടി കാണാം. അവസാനം ആ കളഞ്ഞ ഇരുമ്പിൻ്റെ കഷ്ണം എന്തായി? ഒരു മത്സ്യത്തിൻ്റെ വായിൽ പെട്ടുവെന്നും ആ മത്സ്യത്തിനെ ജര എന്നുള്ളൊരു മുക്കുവൻ അദ്ദേഹത്തിന് പാർട്ട് ടൈമായിട്ട് നായാട്ടുണ്ടെന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മുക്കുവൻ പിടിച്ചു എന്നും ഈ അദ്ദേഹത്തിൻ്റെ കേടുവന്ന അമ്പിൻ്റെ തലപ്പത്ത് ഈ ചെറിയ ഇരുമ്പും കഷ്ണം, ഈ ഒലക്കയുടെ ബാക്കിയുള്ള കഷ്ണം വെച്ചിട്ട് നേരേക്ക്. അതും കൊണ്ടാണ് നാളെ ആ പത്മാസനത്തിലിരിക്കുന്ന ഭഗവാന്റെ പാദങ്ങളിലേക്ക് അറിയാതെ അമ്പയക്കാൻ പോകുന്നത്. ആര്? ജര. അപ്പൊ ഇവിടെ ഭഗവാനെ സംബന്ധിച്ചിട്ട് സംഹർത്തുമൈച്ചതകുലം പിതകൃത്യശേഷ ഭഗവാൻ തീരുമാനിച്ചിട്ടുണ്ട് കുലത്തിനെ സംഹരിക്കണം എന്നുള്ളത്. കാരണം എന്താ? ചെയ്യാനുള്ള ഒരുവിധം കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിപ്രശാപം കാലരൂപ്യ അന്വമോദതാണ്. കാലരൂപിയായിട്ട് വന്നിട്ടുള്ള വിപ്രശാപത്തിനെ ഒഴിവാക്കാനൊന്നും നോക്കിയില്ല, അതിനെ അനുമോദിക്കുകയാണ് ചെയ്തത് എന്നാണ്. ഇനി കുറച്ച് ഉപദേശങ്ങളാണ് അടുത്ത 2ാമത്തെ അധ്യായം മുതൽ പറയുക. നിമി നവയോഗി സംവാദമാണ്. അപ്പം ആദ്യം എന്താ ഇപ്പം ഇങ്ങനെ ഒരു ശാപവുമായിട്ട് തുടങ്ങിയതാണെങ്കിൽ അതിന് ഒരുപാട് വ്യാഖ്യാനങ്ങൾ പറയും. പാലേലിയെ പോലുള്ള മഹാത്മാക്കൾ പറയും അതിന്. ഇനി ഇവിടെ പറയാൻ പോണത് ഉദ്ധവോപദേശത്തിൽ പറയാൻ പോണത്, അല്ലയോ ഉദ്ധവ, എല്ലാം ത്യജിക്കണം എന്നാ പറയാൻ പോണത്. അപ്പൊ ഈ കുലത്തിനെ ത്യജിക്കുക എന്ന് വരെ ഉള്ളതിലെത്തിയല്ലോ. എല്ലാറ്റിനെയും ത്യജിക്കണം എന്നല്ലേ പറഞ്ഞു. അപ്പൊ ഭഗവാൻ തൻ്റെ കുലത്തിനെ രക്ഷിച്ചാൽ എന്താവും? അപ്പൊ ചിലപ്പോൾ ഉദ്ധവൻ ചോദിക്കും, അത് ശരി, അങ്ങടെ കുട്ടികളെയും മക്കളെയൊക്കെ നേരെ എഴുതിയിട്ട് എന്നിട്ട് ഞങ്ങളെ ഉപദേശിക്കാൻ വരിക എന്നെങ്ങാനും ചോദിച്ചാലോ? അപ്പൊ ഉപദേശിക്കുന്ന ആൾക്ക് എന്ത് വേണം? ഉപദേശ യോഗ്യത വേണം. ഇല്ലെങ്കിൽ എന്താ? ഉപദേശത്തിന് ഒരു ആത്മാർത്ഥത ഉണ്ടാവില്ല അല്ലെ? മുമ്പേ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു കാര്യം പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്താണ്? ഒരു കുട്ടി ശർക്കര കഴിക്കണോ, അത് നിർത്തണം എന്നും പറഞ്ഞുകൊണ്ട്, അങ്ങയുടെ ഉപദേശം വേണമെന്നും പറഞ്ഞുകൊണ്ട് ഒരു അമ്മ കുട്ടിയായിട്ട് വന്നു എന്നാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത്രേ. ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാം. ഒരാഴ്ച കഴിഞ്ഞ് വന്നപ്പോൾ കുട്ടിയോട് പറഞ്ഞു, കുട്ടി ശർക്കര എങ്ങനെ എപ്പോഴും കഴിക്കരുത്, അത് ശരീരത്തിന് നന്നല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അമ്മ ചോദിച്ചു, ഇന്ന് അന്ന് പറഞ്ഞുകൂടെയെന്ന്. അപ്പോഴാണ് അത്ര ഗുരുദേവൻ പറഞ്ഞ്, ഞാൻ അന്ന് കുറേശ്ശെ ശർക്കരയൊക്കെ കഴിച്ചിരുന്നു, ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഞാനത് കഴിക്കൽ നിർത്തി, ഇനി എനിക്ക് എന്തുള്ളൂ? ഉപദേശിക്കാനുള്ള യോഗ്യത ഉള്ളൂ എന്നാണ്. അപ്പോൾ ഇവിടെ ഭഗവാൻ എന്ത് ചെയ്തിരിക്കുകയാണ്? ഉപദേശ യോഗ്യത നേടിയിരിക്കുകയാണ്. പിന്നെ ഈ സ്കന്ധത്തിൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ ലക്ഷണം എന്ന് പറഞ്ഞാൽ എന്താ? മുക്തിയാണ്. ഈ മുക്തി എന്ന് പറഞ്ഞാൽ എന്താ?
എല്ലാറ്റിൽ നിന്നും മനസ്സിനെ പിൻവലിച്ചിട്ട് ഭഗവാനിലേക്ക് എത്തിയിട്ട് സ്വതന്ത്രമായിട്ടുള്ള ജീവിതമാണ്. അപ്പൊ എന്താ, മനസ്സിനെ പിൻവലിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മളിപ്പോൾ ആശ്രയിച്ചിരിക്കുന്ന വസ്തുക്കൾക്ക് സത്യമില്ല, ഇല്ലെങ്കിൽ അത് നശിക്കുന്നതാണ് എന്നറിയണം. ഇവിടെ ഭഗവാന്റെ കുലം കൂടി നശിക്കിച്ച പിന്നെ നമ്മുടെ കാര്യം പറയാനുണ്ടോ? അപ്പൊ എന്താ, ആ നശിക്കും, എല്ലാം നശിക്കുന്നതാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ട് ആ നശിക്കാത്തതിലേക്ക് മനസ്സിനെ കൊണ്ടുപോവുക. അങ്ങനെയുണ്ട്. കാരണം ഈ സ്കന്ധത്തിന്റെ ലക്ഷ്യം തന്നെ പറയുന്നത് എന്താണ്? ഈ മുക്തിയാണ്. മുക്തിയെ സംബന്ധിച്ചിട്ട് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിവൃത്തി ലീലകളാണ്. എല്ലാം ഇന്നല്ലെങ്കിൽ നാളെ നശിക്കും എന്നുള്ളൊരു ബോധ്യമുണ്ടെങ്കിൽ നശിക്കുന്ന വസ്തുക്കളിൽ പിടിക്കപ്പെട്ടിട്ടുള്ള മനസ്സിനെ പിൻവലിക്കാൻ എളുപ്പമാണെന്നാണ്. പിന്നീട് രണ്ടാമത്തെ അധ്യായത്തിൽ എപ്പോഴും ദ്വാരകയിലേക്ക് ഋഷീശ്വരന്മാർ വരും, നാരദനും വരും. ഗോവിന്ദ ഭുജഗുപ്തായം ദ്വാരവത്യം കുരുദ്വക അവത്സിം നാരദോ വിഷ്ണം കൃഷ്ണദർശന ലാലസ. കൃഷ്ണനെ കണ്ടത് പോരാ എന്ന് വിചാരിച്ചിട്ടാണ്. ആരാ എന്തൊക്കെ ഭംഗി, എത്ര ഭംഗിയായിട്ടാണ് അവിടെയൊക്കെ അവതരിപ്പിച്ചിരിക്കുന്നത്. വെറും ദ്വാരക എന്നല്ല പറഞ്ഞത്, ഗോവിന്ദ ഭുജഗുപ്തായ, ഗോവിന്ദന്റെ കൈകളെ കൊണ്ട് സംരക്ഷിക്കുന്ന. എങ്ങനെ വേണമെങ്കിലും അതിനെ വ്യാഖ്യാനിക്കാം. എന്താ ഗോവിന്ദന്റെ പ്രത്യേകത? ആ മാലെടുത്ത് പൊതിച്ച ആളാണ്. ആ കയ്യും കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന ദ്വാരകയിലേക്ക് അല്ലയോ കുരുശ്രേഷ്ഠനായിട്ടുള്ള, കേൾക്കണ ആളെ ഒന്ന് വർണ്ണിച്ചു പരീക്ഷത്തിന്. ഭഗവാൻ എപ്പോഴും വരും. എന്താ വരാൻ കാരണം? കൃഷ്ണ ദർശന കൃഷ്ണോപാസന ലാലസ. ദർശനല്ല, ഉപാസന. കൃഷ്ണനെ ഉപാസിച്ചിട്ടുള്ള പോരാ പോരാ എന്ന് തോന്നിയിട്ട് ഒരിക്കൽ വന്നപ്പോൾ വസുദേവർ ചോദിച്ചു, അല്ലയോ നാരദര്, എനിക്ക് ആകെപ്പാടെ കൂടിയിട്ട് അത്ര പോരാ എന്ന് പറയണം, മനസ്സിൻ്റെ സുഖമൊന്നും അത്രയ്ക്കായിട്ടില്ല. എനിക്കിപ്പോൾ ഒരു കാര്യം അറിയണമെന്നുണ്ട്. യാൻ ശ്രുത്വ ശ്രദ്ധയാമർത്യോ മുച്യതേ സർവതോ ഭയാത്. എല്ലാ ഭയങ്ങളും ഇല്ലാതെയാക്കിക്കൊണ്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി ആയിട്ടുള്ള ഭാഗവത ധർമ്മങ്ങൾ ഏതൊന്ന് കേട്ടാലാണോ ഭഗവാനിലേക്ക് എത്താൻ, പേടിയില്ലാതെ എത്താൻ സാധിക്കുന്നത്, അത് എനിക്ക് പറഞ്ഞു തരും. ഞാനാണെങ്കിൽ എനിക്കിവിടെ ഭഗവാനെ കിട്ടി, പക്ഷെ കുട്ടിയായിട്ട് കിട്ടി. ആ പൂച്ചയം ന മോക്ഷായ മോഹിതോ ദേവമായയ. ഞാൻ മോക്ഷം വേണം, മുക്തി വേണം എന്നുള്ള രീതിയിൽ ആ ഭഗവാനെ കണ്ടില്ല. കാരണം എന്താ? മോഹിതോ ദേവമായയ, ദേവമായയിൽ പെട്ടത് കാരണം. ഇപ്പൊ ഞാനുണ്ടല്ലോ, അപ്പൊ നമ്മൾ രണ്ടാമത്തെ അധ്യായമാണ് അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പറഞ്ഞു, ഇപ്പൊ ഞാൻ എന്താ ചെയ്യാൻ, എന്താ എൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാല് യഥാ വിചിത്ര വ്യസന, സാധാരണ കാണാത്തൊരു വ്യസനാണ്, വിചിത്രമായിട്ടുള്ള ഒരു ദുഃഖത്തിലാണ് ഞാനിപ്പോൾ, വ്യസനത്തിലാണ്. ഇതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള മംഗളം വരാനുള്ള വഴി എങ്ങനെ വേണം? എളുപ്പത്തിൽ അഞ്ചസൈവാദ, അഞ്ചസ എന്ന് പറഞ്ഞ എളുപ്പത്തിൽ രക്ഷപ്പെടാനുള്ള അല്ലെങ്കിൽ മംഗളം വരാനുള്ള വഴി എന്നോട്, ഇവിടെ ഞങ്ങളോട് ഒരിക്കലും സിംഗുലർ പറയില്ല, പ്ലൂറലാണ്. എന്നിട്ടിട്ട് രണ്ട് കുത്തിട്ട് കഴിഞ്ഞാൽ എന്താണ്? ഞങ്ങൾ എന്നാണ്. ഞങ്ങളോട് പറഞ്ഞു തരൂ എന്നാണ്. കാരണം അത് നമുക്കൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഞങ്ങളിൽ ആരും കൂടി പെട്ടിട്ടുണ്ട്. ചോക്കണ ആള് വസുദേവർ മാത്രമല്ല, ചോദിച്ചത് ഒരാളാണെങ്കിലും ഇവിടെ ബഹുവചനം ഉപയോഗിച്ചതുകൊണ്ട് അതിൽ ചിലപ്പോൾ അത് അദ്ദേഹം എന്തിട്ടുണ്ടാവും, നമ്മളെന്തൊക്കെ ചോദിക്കുമെന്ന് അറിഞ്ഞിട്ടുണ്ടാവും. അപ്പം നമ്മളോട് പറഞ്ഞു തരും. അപ്പം അതിന് വേണ്ടിയിട്ട് ശ്രീശുക ബ്രഹ്മർഷി മറുപടി പറയാൻ തുടങ്ങുകയാണ്. മറുപടി പറയാൻ വേണ്ടിയിട്ട് തുടങ്ങണ സമയത്ത് പറഞ്ഞു, അതെ, ഇതേ ചോദ്യം മുമ്പ് ഇതേ ചോദ്യം ചോദിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ്. ആരാണ് ചോദിച്ചത്, എപ്പോൾ ചോദിച്ചു എന്നാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചുവിടും. ഇതേ ചോദ്യം മുമ്പ് ഒരാൾ ചോദിച്ചിട്ടുണ്ട്, അത് ആ സമയത്ത് അദ്ദേഹം പറഞ്ഞ മറുപടി ഞാനിപ്പോൾ പറഞ്ഞുതരാം. എന്താ, ചോക്കണ ആൾക്ക് ഒരു അഹങ്കാരം വേണ്ട. ഞാനൊരു ചോദ്യം ചോദിച്ചു എന്നുള്ള അഹങ്കാരം വേണ്ട. പറയണ ആൾക്ക് ഞാൻ അയാളുടെ ചോദ്യത്തിന് മറുപടി കൊടുത്തതേ, അങ്ങനെയുള്ള അഹങ്കാരം വേണ്ട. വേറൊരു സന്ദർഭത്തിൽ ഇതേ ചോദ്യം മുമ്പ് ചോദിച്ചതാണ്, മുമ്പ് പറഞ്ഞത്. അപ്പൊ അതെപ്പോഴേ ഉണ്ടായത്? ആർഷഭാണം ച സംവാദം വിദേഹസ്യ മഹാത്മന. വിദേഹനോട്, നിമിയുടെ വംശത്തിന് അങ്ങനെയാണ് പറയുക, മഥനം ചെയ്തുണ്ടായത്. അപ്പൊ മിഥിലേശ്വരൻ, പിന്നെയോ ദേഹത്തില്ലാതെ ജനിച്ചാൽ എന്നൊക്കെയുള്ള അർത്ഥത്തിലൊക്കെയാണ്. അപ്പോൾ അവിടെ അതൊക്കെ നാമസ്കന്ധത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ നിമി ചക്രവർത്തി വലിയൊരു യാഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഋഷഭപുത്രന്മാർ ആയിട്ടുള്ള ആ വംശത്തിൽ പെട്ടിട്ടുള്ള പ്രിയപ്രദൻ്റെ ആ പരമ്പരയിൽ പെട്ടിട്ടുള്ള ആർഷഭാണം എന്നാണ് അവർ ഒരു 9 പേര് അവിടേക്ക് കയറി വരികയാണ്. അദ്ദേഹത്തിന് 100 മക്കളുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു ഋഷഭപുത്രന്മാർ. 81 പേര് ബ്രാഹ്മണരായിരുന്നു. 9 പേര് അവിടെ എന്ത് പറഞ്ഞു?
യോഗീശ്വരന്മാരായിട്ട് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അവർക്കൊരു പ്രത്യേക കഴിവൊക്കെ ഉണ്ട്, എവിടേക്കും കയറി ചെല്ലാം എന്നാണ്. ഏത് സമയത്തും എവിടേക്കും കയറി ചെല്ലാം, ഏത് ലോകത്തിലേക്കും കയറി ചെല്ലാം. അവ്യാകതേഷ്ടഗതയസുരസിദ്ധസാധ്യ ഗന്ധർവയക്ഷ നര കിന്നര നാഗലോകാൻ മുക്താശ്ചരന്തി മുനിചാരണ ഭൂതനാഥ വിദ്യാധരദ്വിജഗവാം ഭുവന. ഇഷ്ടം പോലെ ഈ പറയുന്ന ഏത് ലോകത്തിലേക്കും പോവാൻ എന്ത് വേണ്ട, പാസ്പോർട്ടോ ഒന്നും വേണ്ട, വിസ ഒന്നും വേണ്ട, കയറി പോകാൻ പറ്റുന്ന ആൾക്കാർ. അത്രയ്ക്ക് ശ്രേഷ്ഠന്മാരാണ്. ലോകത്തിനെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് സഞ്ചരിക്കുന്ന സിദ്ധന്മാരാണ് ഇവരെന്നാണ്. അപ്പൊ ഇവരൊക്കെ എവിടേക്ക് കയറി പോവാം? അങ്ങനെയുള്ള ഋഷീശ്വരന്മാരായിട്ടുള്ള അവർ ഈ നിമിയുടെ സത്രവേദിയിലേക്ക് വന്നു. ആ സമയത്ത് നിമി എന്ത് ചെയ്തു? സത്രമൊക്കെ നിർത്തിവെച്ചു. കാരണം ഇത്രയ്ക്ക് പ്രധാനപ്പെട്ട ആൾക്കാരെ വന്നിട്ടുള്ളത്. അവരുടെ പേര് കവി, ഹരി, അംബരീഷൻ, പ്രബുദ്ധൻ, പിപ്പലായനൻ, ആവിർഗോത്രൻ, ദ്രുമിളൻ, ചമസൻ, കരഭാജനൻ. അർത്ഥമുള്ള പേരുകളാണ്. കവി എന്താ, വരാൻ പോണ കാര്യങ്ങളെ നേരത്തെ കണ്ടുകൊണ്ട് സാധാരണക്കാരെ ധാർമ്മികമായിട്ട് ഉപദേശിക്കുന്ന ആളാണ് ആര്? കവി. അല്ലാതെ എന്തെങ്കിലുമൊക്കെ എഴുതി പിടിപ്പിക്കണമെന്നൊന്നും എന്തല്ല, കവിയല്ല. ഹരി, പാപങ്ങളെയൊക്കെ ഹരിക്കുന്നവൻ. അംബരീഷൻ, അതിനുള്ള ഉത്തരവും നോക്കിയാൽ മതി. അതിനെക്കുറിച്ചിട്ടുള്ള ഇവരുടെ ചോദ്യത്തിന് പേരിനനുസരിച്ച ഉത്തരങ്ങളാണ് പറയുക. മായയെ കുറിച്ചിട്ട് പറയുന്ന ആളാണ്. വലിയ അതൊന്നുമില്ല, നോക്കിയ ഈ തല ഇവിടെ എവിടെ, അറ്റെവിടെ, തുടക്കെവിടെയെന്ന് അന്തരീക്ഷത്തിനെ നോക്കിയാൽ കാണും. അടുത്ത ആള് കവിർ, ഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ, പ്രഹർഷേണ, ബുദ്ധി തെളിഞ്ഞിട്ടുള്ള ആള്. പിപ്പലായനൻ എന്താ, ആൽമരത്തിനെയൊക്കെയാണ് പറയാറുണ്ട്. ചെറിയ വിത്തിൽ നിന്ന് എത്ര വലിയ ആൽമരം ഉണ്ടാവുന്നത്? ബ്രഹ്മത്തിൻ്റെ സ്വഭാവമാണ്. മത്സ്യാവതാരത്തിലും അതുപോലെ തന്നെ വാമനാവതാരത്തിലും ഒക്കെ എന്തുണ്ടായ ചെറുതായിട്ടൊന്ന് വലുതായി. പിന്നെ ആവിർഗോത്രം, ദ്രുമിളൻ, ചമസൻ, കരഭാജനൻ. അവസാനത്തെ ആളുടെ പേരെന്താ? കരഭാജനൻ. ഉള്ളം കയ്യിൽ നെല്ലിക്ക പോലെ കയ്യിൻ്റെ ഉള്ളിൽ ഈശ്വര തത്വത്തിനെ പറഞ്ഞു തരുന്ന മഹാത്മാവ്. ചുരുക്കത്തിൽ ഇവരോട് ആണ് ചോദിക്കണത്. അവരെ വിളിച്ച് ഇരുത്തി ആചാര ഉപചാര മര്യാദകളൊക്കെ ചെയ്ത് കാലൊക്കെ കഴുകിച്ച് ചോദിച്ചു. വിനീതനായിട്ട് വിദേഹനായി എന്ന് പറഞ്ഞ ഇവിടെ നിമി ചോദിച്ചു. ദുർലഭോ മാനുഷോ ജന്മ ദേഹിനാം ക്ഷണഭംഗുര. മനുഷ്യ ജന്മം എന്ന് പറഞ്ഞാൽ ദുർലഭമാണ്. അതിൽ ദേഹം എന്ന് പറഞ്ഞാൽ അത് ക്ഷണഭംഗുരമാണ്. എപ്പോഴാണ് ഇല്ലാതെയാവുക എന്ന് പറയാൻ സാധിക്കില്ല. അതിലേറെ ദുർലഭമാണ്. തത്രാപി ദുർലഭം മന്യേ വൈകുണ്ഠ പ്രിയ ദർശനം എന്ന് പറഞ്ഞാൽ, വൈകുണ്ഠന് ഭഗവാൻ ഇഷ്ടപ്പെട്ട നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ കാണുന്നത് അതിലേറെ ദുർലഭമാണ്. ഇപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് ഒരു കാര്യമാണ്. അത് ആത്യന്തികം ക്ഷേമം, ആത്യന്തികമായിട്ടുള്ള ക്ഷേമം കിട്ടുന്ന ഭാഗവത ധർമ്മങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ എന്നാണ്. സംസാരേസ്മിൻ ക്ഷണാർദ്ധോപി സത്സംഗ ശേവതിർന്നണ. ഈ സംസാരത്തിൽ കുറച്ച് നേരമെങ്കിലും സത്സംഗം ഏൽക്കാൻ അതിന് പാത്രമാവാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. ധർമാൻ ഭാഗവതാൻ ബ്രൂത. ഭാഗവത ധർമ്മങ്ങൾ ബ്രൂത ഭാഗവതാൻ ധർമ്മൻ. ഞങ്ങൾക്ക് പറയൂ, ഞങ്ങളോട് ഭാഗവത ധർമ്മങ്ങൾ പറഞ്ഞു തരൂ എന്ന് ചോദിച്ചു. അതിന് ആദ്യം ഉത്തരം പറഞ്ഞത്, ആദ്യത്തെ 9 പേരാണ് 9 ചോദ്യങ്ങളാണ് ചോദിക്കുക. ആദ്യം ഉത്തരം പറഞ്ഞത് കവിയാണ്. കവി ഉടനെ തന്നെ മറുപടി പറഞ്ഞു. കവി എന്ന യോഗീശ്വരൻ മറുപടി പറഞ്ഞു, ഭാഗവത ധർമ്മങ്ങൾ എന്താണെന്നാണ് ചോദിച്ചത്. എന്തിന്? ഭയം ഇല്ലാതെ ക്ഷേമത്തോടു കൂടി ജീവിക്കണം എന്നാണ്. ഇതിപ്പോൾ ആരുടെ ചോദ്യം? അത് നിമിയുടെ ചോദ്യമാണ്. നമ്മുടെ ആവശ്യം എന്താ? ഇതന്നെയാണ്, പേടിക്കാതെ അല്ലേ. നമുക്ക് ഏത് സമയവും പേടിയാണല്ലോ. ഇപ്പം തന്നെ പേടിയാണ്. എന്താ, കുറച്ച് വൈകിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? മഴ വരുമോ, ഇല്ലെങ്കിൽ എന്താ ചായ കുടിക്കാൻ വഴിയുക, ഷുഗർ വരുമോ, അല്ലെ ഓരോരുത്തർ വരുമെന്ന് നമുക്ക് പേടി. മറ്റന്നാ മരണം വരുമോ, നാളെ മരണം വരും, ഇങ്ങനെ ഓരോന്ന് പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പേടിയില്ലാതാക്കാൻ ഒരു വഴിയുണ്ട് എന്നാണ്. അതിൻ്റെ വഴി എന്താ? കവിയാണ് ഉത്തരം പറഞ്ഞത്. മന്യകുതശ്ചിദ്ഭയമച്യുതസ്യ പദാംബുജോപാസനമത്ര നിത്യം ഉദ്യുത്ന ബുദ്ധേരസദാത്മഭാവാത് വിശ്വാത്മനോ യത്ര നിവർത്തതേ ഭീ. എളുപ്പമാണ്. എന്താ പേടിയില്ലാതാക്കാൻ ഉള്ള വഴി? നിത്യം അച്യുതസ്യ പാദാംബുജോപാസനം. മന്യേ അകുതശ്ചിത് ഭയം, പേടിയുണ്ടാവില്ല. എന്താണെങ്കിൽ മന്യേ കുതശ്ചിത് ഭയമച്യുതസ്യ പാദാംബുജോപാസനമത്ര നിത്യം. നിത്യം അച്യുതസ്യ പാദാംബുജോപാസന. ദിവസവും ഭഗവാന്റെ പാദങ്ങളെ ഉപാസിക്കുക. എന്നാൽ എന്താണ്ടാവുക? ബുദ്ധിയൊക്കെ തെളിയും. ഉദ്യുത്ന ബുദ്ധേ. അപ്പം എന്താ ഉണ്ടാവുക? അസതാത്മഭാവം, സത്യത്തിനെ കുറിച്ച് അറിയും. അപ്പം എന്താ ഉണ്ടാവുക? എത്ര നിവർത്തതേ ഭീ എന്ന് പറഞ്ഞാൽ എന്താ? ഭയത്തിൽ നിന്ന് രക്ഷ കിട്ടും എന്നാണ്.
അപ്പൊ നമുക്ക് തോന്നും ഇതിപ്പോ എങ്ങനെ ഇപ്പൊ ഏത് സമയം ഇപ്പൊ ഈ ഭഗവാന്റെ പാദങ്ങളെ ഉപാസിച്ചുകൊണ്ടിരിക്കുക പറഞ്ഞാൽ നടക്കുവോ? നടക്കാത്തൊരു കാര്യം ഭാഗവതം പറഞ്ഞിട്ടില്ല. അടുത്ത ശ്ലോകത്തിൽ പറയും എങ്ങനെ ഇത് നിരന്തരമായിട്ടുള്ള ഈശ്വര സ്മരണ എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് ഉടനെ തന്നെ പറയും. പിന്നെ പറഞ്ഞു ഇതുണ്ടല്ലോ, ഇത് ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴിയാണ്. അഞ്ചപുംസാമ വിദുഷാം, ഇത് ഏറ്റവും എളുപ്പമായിട്ട് ആ ഭഗവാനിൽ എത്താനുള്ള വഴിയാണ്. ഈ വഴിയിൽ കൂടെ സഞ്ചരിക്കുമ്പോണ്ടല്ലോ കണ്ണടച്ചിട്ട് നടന്നാലും വീഴില്ല. എന്താ അതിൻ്റെ അർത്ഥം? തെറ്റ് പറ്റില്ല എന്നാണ്. ഭക്തി മാർഗത്തിൽ, ഇവിടെ ഭക്തിയെ കുറിച്ചിട്ട് ആദ്യം പറയണത്, ഭക്തി മാർഗത്തിൽ തെറ്റ് പറ്റില്ല. അപ്പൊ നോക്കൂ, ഒരു നാമം ജപിക്കുമ്പോൾ തന്നെ എന്താ ഭാഗവതത്തിൽ 2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താ? യസ്മിൻ പ്രതിശ്ലോകമബദ്ധവത്യപി നമന്യനന്ദസ്യ യശോംഗിതാനിയിൽ. ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നും നോക്കണ്ട, അബദ്ധം പറഞ്ഞോളൂ എന്നല്ല, അബദ്ധം പറഞ്ഞാലും കുഴപ്പമില്ല. എന്താണത്? ഭഗവാനെ കുറിച്ചിട്ടുള്ള നാമങ്ങളാണെങ്കിൽ അതിനെക്കുറിച്ച് ഒന്നും നോക്കണ്ട എന്നാണ്. ഭാഗവതമൊക്കെ ആരൊക്കെ വായിക്കാം, എല്ലാവർക്കും വായിക്കാം, തെറ്റൊന്നും പേടിക്കണ്ട. നമ്മളാരും ദ്രോഹിക്കാനൊന്നല്ല വായിക്കണം. എന്തിനാ? പഠിക്കാനാണ്, ഭഗവാനെ കുറിച്ച് അറിയാനാണ്. ആർക്കും ഏതും പഠിക്കാം, വായിക്കാം. അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റില്ല? ഇതിൽ തെറ്റ് പറ്റില്ല എന്നാണ്. തെറ്റ് പറ്റാതിരിക്കാൻ എന്താ കാരണം? ഇത് രാജപാതയാണ്, ഭക്തിയുടെ രാജപാതയാണ്. അതുകൊണ്ട് എന്താ? കണ്ണടച്ചോടിയാലും വീഴില്ല. അതിൻ്റെ അർത്ഥം തെറ്റില്ല, നല്ല കാര്യമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം എന്താ പറഞ്ഞത്? എപ്പോഴും നിരന്തരമായിട്ടുള്ള ഭഗവത് സ്മരണ. അതെങ്ങനെ പറ്റുക? അതിനുള്ള മരുന്നാണ് അടുത്ത് പറഞ്ഞത്. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാനുസൃത സ്വഭാവാത് കരോതി യദ്യത് സകലം പരസ്മൈ നാരായണായേതി. ഇവിടെ പറയുമ്പോൾ ചെയ്യണം എന്നാ പറയാ, സമർപ്പിക്കണം എന്ന് പറയുമ്പോൾ സമർപ്പയേത്തത് നാവും. നമ്മൾ പറയുമ്പോൾ ഇവിടെ അവസാനം പറയുമ്പോൾ സമർപ്പയാമി പറയുമ്പോൾ ഞങ്ങളിതാ സമർപ്പിക്കുന്നു. ഇവിടെ ഒരു ഓർഡറായിട്ട് പറയണം. അപ്പോൾ സമർപ്പയേത്തത്, അങ്ങനെ സമർപ്പിക്കണം. എന്ത്? കായേന വാച, കായം കൊണ്ട്, ശരീരം എന്നർത്ഥമുണ്ട് കായത്തിന്. ശരീരം കൊണ്ട്, വാക്കുകൊണ്ട്, മനസ്സുകൊണ്ട്, ഇന്ദ്രിയങ്ങളെ കൊണ്ട് എന്തൊക്കെ ചെയ്യുന്നുവോ അതൊക്കെ എന്ത് ചെയ്യാം? ഈശ്വരാർപ്പണമായിട്ട് ചെയ്യാം. അപ്പൊ എന്താ? നടക്കണ കേസല്ലേ ഇപ്പൊ ഇത്? നടക്കാത്ത എന്തെങ്കിലും കാര്യം പറഞ്ഞു. വീട്ടിൽ സാമ്പാർ വെക്കുകയാണോ? ഈശ്വരാർപ്പണമായിട്ട് ചെയ്യാം. തെങ്ങിൻ്റെ ചൂട് കളക്കുകയാണോ? ഈശ്വരാർപ്പണമായിട്ട് ചെയ്യാം. കുട്ടികളെ പഠിപ്പിക്കുകയാണോ? അതുകൊണ്ട് സന്തോഷിക്കേണ്ടത് ആരാണ്? എൻ്റെ ഭഗവാനാണ്. ഭഗവത് സ്മരണയോട് കൂടിയിട്ട് ചെയ്യുക. നടക്കില്ല എന്നാണ്. ഇതിനൊക്കെ ഒരുപാട് ഉദാഹരണങ്ങളാണ് പറയുക. ഈ ഏകാദശ സ്കന്ധത്തിൻ്റെ പ്രത്യേകത തന്നെ വായിക്കാൻ നല്ല എളുപ്പമാണ്. പറയാനാണെങ്കിലോ എത്ര നേരം പറഞ്ഞാലും തീരില്ല. നമ്മുടെ ആചാര്യൻ തന്നെ ഒരു ഉദാഹരണം പറയാറുണ്ട്. എന്ത് ചെയ്യുമ്പോഴും ഇങ്ങനെ ഈശ്വരാർപ്പണമായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടിട്ട് ഒരു സ്ത്രീ പിന്നെ അത് തുടങ്ങിയതാണ്. അപ്പോൾ ആ സ്ത്രീയുടെ ജോലി എന്ന് പറഞ്ഞാൽ അടിച്ചു വാരി വൃത്തിയാക്കലാണ്. അത്രേ എച്ചിലേക്ക് എടുത്ത് കളയലെന്നാണ്. കല്യാണ മണ്ഡപമൊക്കെ വൃത്തിയാക്കലാണ് പണ്ട്. അപ്പോൾ ഓരോ എന്ത് ചെയ്യുമ്പോഴും കൃഷ്ണാർപ്പണം കൃഷ്ണാർപ്പണം എന്ന് പറഞ്ഞിട്ടാണ് അത്ര ചെയ്യുക. എച്ചിലെടുത്തിട്ട് കളയുമ്പോൾ കൃഷ്ണാർപ്പണം എന്ന് പറഞ്ഞതാണ്. അർജുനൻ എന്ന് ആ വഴിക്ക് വന്നു അത്രേ. അർജുനൻ പറഞ്ഞു അത്രേ, ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല, എച്ചിലേക്ക് ഇടുമ്പോൾ കൃഷ്ണാർപ്പണം എന്ന് പറയാൻ പാടില്ല പറഞ്ഞു. അപ്പോഴും കൃഷ്ണാർപ്പണം എന്ന് പറയണം. അടുത്ത പ്രാവശ്യം എച്ചില കൊണ്ടുവന്നിട്ടിട്ട സമയത്ത് അപ്പോഴും പറഞ്ഞത്ര കൃഷ്ണാർപ്പണം പറഞ്ഞത്ര. നീ പറഞ്ഞ കേൾക്കില്ലേ, അവന് ടേമെന്ന് കൊടുത്തു എന്നാണ് മുഖത്ത്. അപ്പോഴും പറഞ്ഞത്ര കൃഷ്ണാർപ്പണം. പിന്നെയും തന്നെ ചെയ്താണ്. പിന്നെ എന്ത് ചെയ്തു? ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞാൽ നേരെയില്ല കൊണ്ട് അർജുനൻ എന്ത് ചെയ്തു? പോണ വഴിക്ക് കൃഷ്ണനെ കാണാമെന്ന് പറഞ്ഞു പോയി എന്നാണ്. അപ്പോൾ കൃഷ്ണനാണെങ്കിലോ താടിക്ക് കയ്യും കൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പറയും. അപ്പോൾ എന്താ കൃഷ്ണ അങ്ങനെ താടിക്ക് കയ്യും കൊണ്ടെടുത്ത്? അല്ല, ഇപ്പം എനിക്ക് ഒരാളൊരു സാധനം തന്നയച്ചു എന്നാണ്. എന്താ? അവിടെ കിട്ടിയപ്പോൾ എന്താ പറഞ്ഞ ആ സ്ത്രീ? കൃഷ്ണാർപ്പണം. അപ്പോൾ അത് എവിടെ എത്തി? കൃഷ്ണൻ്റെ അടുത്ത് എത്തി എന്നാണ്. അപ്പം എന്താ ചുരുക്കത്തിൽ ഇവിടെ ധർമാധർമ്മങ്ങളോ ചെയ്യുന്നതിൽ നമ്മളൊക്കെ ഉള്ളൂ ഈ ശുദ്ധാശുദ്ധങ്ങളോ അതൊന്നുമില്ല. ശരിക്ക് ശുദ്ധമൊന്നുമില്ല. അതൊക്കെ നമ്മുടെ കുറച്ച് ആൾക്കാർ വളച്ചൊടിച്ചതാണ് അവർക്ക് വേണ്ടിയിട്ട്. വൃത്തിയാണുള്ളത്. ക്ഷേത്രത്തിൽ ശുദ്ധം എന്ന് പറഞ്ഞാൽ എന്താ? വൃത്തിക്ക് വേണ്ടിയിട്ടാണ്. ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ആ സാധനങ്ങളൊക്കെ കുറച്ച് വൃത്തിയാവണം, ഉള്ള ആൾ കുളിച്ചിട്ട് പോകണം, അത്രയൊക്കെ ഉള്ളൂ. അതിനെ പിന്നീട് കുറേ ആൾക്കാരെ മാറ്റി നിർത്താനുള്ള ഒരു ഉപാധിയാക്കിയിട്ടൊക്കെ മാറ്റിക്കഴിഞ്ഞു. അതൊക്കെ ചില കാര്യങ്ങൾ അതിലൊക്കെ വേറെയാണ് ഉദ്ദേശങ്ങൾ. അതെന്തായിക്കോട്ടെ, അതൊന്നും നമ്മളും അതൊന്നും മനസ്സിലാക്കാനും പഠിക്കാനും അതിനെ യുക്തിപൂർവ്വം ചിന്ത ചെയ്യാനും നമ്മളും തയ്യാറില്ല. ഇപ്പോഴും എന്തൊക്കെയാണ് പറഞ്ഞത്? അത് കണ്ണുടച്ച് വിശ്വസിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്തായാലും ഇവിടെ ഇപ്പോൾ അതൊന്നല്ല വിഷയം. ചുരുക്കത്തിൽ ഇവിടെ എന്താ പറഞ്ഞ മനസ്സിലേക്കാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ ആ സ്ത്രീ എന്താ ചെയ്ത്? ആത്മാർത്ഥമായിട്ട് ഭഗവാനെ കണ്ടുകൊണ്ട് അപ്പോൾ എന്താണോ അതൊക്കെ അങ്ങനെ എന്താണ് എന്ത് പ്രവൃത്തി ചെയ്യുന്നുവോ അതൊക്കെ എന്തായിട്ട് ചെയ്യുന്നു? കൃഷ്ണാർപ്പണമായിട്ട് ചെയ്യുക, ഭഗവത് അർപ്പണമായിട്ട് ചെയ്യുക. അപ്പം എന്താ? നിരന്തര സ്മരണ ഉണ്ടായി, ഭഗവത് സ്മരണ ഉണ്ടായി. പിന്നെ ഈ ഭഗവത് സ്മരണ ഉണ്ടാവാത്തത് എന്താ കാരണം എന്ന് വെച്ചാൽ
അസ്മൃതിയാണ്. എന്താണ് ലക്ഷ്യം എന്ന് അറിയാതിരിക്കലാണ്. നമ്മൾ എന്തിനാ ഇവിടെ ജനിച്ചിട്ടുള്ളത്, എന്താ ജീവിത ലക്ഷ്യം എന്നത് അറിയാതെ ജീവിക്കുമ്പോഴാണ് ഈ പ്രശ്നമുള്ളത്. ഭാഗവതം പലപ്പോഴും പറയും ജീവിതം എന്തിനുള്ളതല്ല, വെറുതെ തിന്നിട്ടും കുടിച്ചിട്ടും കളയാനുള്ളതല്ല. ആ ഭഗവാനെ ആശ്രയിച്ചിട്ട് വീട്ടിലിരുന്നിട്ട് തന്നെ ബ്രഹ്മാനന്ദം അനുഭവിക്കാൻ പറ്റും എന്നാണ്. അപ്പൊ ഇവിടെ പറഞ്ഞു എന്തുകൊണ്ടാണ് അത് സാധിക്കാത്ത? ഭയം ദ്വിതീയാഭിനിവേശിതസ്യാത്. ഒന്നല്ല, പലത് കണ്ടത് കൊണ്ടാണ് നമുക്ക് ഈ ലക്ഷ്യം മറക്കലും ഇവിടെയുള്ള കുഴപ്പങ്ങളും ഉണ്ടാവുന്നത്. ഹരിനാമകീർത്തനത്തിൽ പറയും, ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിലുണ്ടായൊരിണ്ടൽപദമിണ്ടാവതല്ല മമ. കുറെ ഉണ്ടാകൾ ഉണ്ടാവിടെ അല്ലെ. പണ്ടേ കണക്കെ വരുവൻ നിൻകൃപാവലികൾ ഉണ്ടാകയങ്കലിക. പലത് കാണും കൊണ്ടാണ് എന്നാണ്. അപ്പൊ എന്താ? ഒന്ന് കാണണം. ആ ഒന്ന് എന്താ? ഭഗവാൻ എല്ലായിടത്തും കാണാം. അപ്പൊ അതിനെന്താ വഴി? ഭക്തികയേശം ഗുരുദേവതാത്മാ. ഭക്തിയോട് കൂടിയിട്ട് ഗുരുനാഥനെ ഭഗവാനെ ഒക്കെ ആശ്രയിക്കുക. അങ്ങനെ ആശ്രയിച്ച എന്താ ഉണ്ടാവുക? അവിദ്യ മാറും, അറിവില്ലായ്മ മാറും. അവിദ്യമാനോപ്യവപാദിഹിദ്വയോ. അപ്പൊ ഒരു കാര്യം മനസ്സിലാവും, മനസ്സ് ഒതുങ്ങും. അപ്പൊ അതിനുള്ള വഴി ഗുരുനാഥൻ എന്താ ചെയ്യുക? സത്സംഗം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ശൃണ്വൻ സുഭദ്രാണിരതംഗപാണിർ ജന്മാനി കർമാണി ജയാനി ലോകേ ഗീതാനി നാമാനി തദർത്ഥകാനി ഗായൻ വിലജ്ജോ വിചരേത സംഗാ. ശൃണ്വൻ സുഭദ്രാണി, കേൾക്കുക, സുഭദ്രമായിട്ടുള്ള എന്ത്? രഥംഗപാണേർ, രഥത്തിന്റെ അംഗം പാണിയിൽ പിടിച്ചിട്ടുള്ളവൻ. ചുരുക്കം പറഞ്ഞാൽ ചക്രം കയ്യിൽ പിടിച്ചു. ഭഗവാൻ കൃഷ്ണന്റെ കാര്യം പറഞ്ഞു. ചക്രായുധനായിട്ടുള്ള ഭഗവാന്റെ ജന്മാനി കർമാണി ജയാനി ലോകേ. ഇതൊക്കെ സംസ്കൃതം. ജന്മകർമ്മങ്ങള് കേൾക്കുക. അപ്പോ എന്നിട്ടോ ഗീതാനി നാമാനി തദർത്ഥകാനി. ഗീതങ്ങള് വചനപാട്, നാമങ്ങള് നാമം ചൊല്ല. ആ അർത്ഥം വരുന്നത് ഗായൻ വിലജ്ജോ വിചരേത സംഗ. ലജ്ജയില്ലാതെ നാമം ജപിക്കണം. അപ്പോ നമ്മളൊരു അവസ്ഥയിലേക്ക് എത്തും. നമുക്ക് നാമം ജപിക്കാൻ നല്ല ലജ്ജയാണ്. നേരെ മറിച്ച് അങ്ങോട്ട് ആ കടമ്പഴിപ്പുറത്ത് ചെന്നിട്ടേ കുറച്ച് കഴിഞ്ഞിട്ടേ ഇത് വിളിക്കാൻ ഒരു മടിയില്ല. എന്ത് ഉഷാറല്ലേ. നേരെ മറിച്ച് അത് വിളിച്ചിട്ട് അത് വിളിക്കണത് എന്താണെന്ന് ആർക്കും അറിയില്ല. അതിൻ്റെ അർത്ഥം ഇന്നേ വരെ മനസ്സിലായിട്ടില്ല. അതിൽ ഏതോ ഒരു വാക്കുണ്ട്, ആർക്കെങ്കിലും അറിയോ? അതിൻ്റെ അർത്ഥം ഇന്നേ വരെ മനസ്സിലായിട്ടില്ല. പിന്നെ എന്നാലും ശരി, എന്തൊക്കെ അറിയാം, എന്നാലും ശരി, അത് വേണ്ടെന്നല്ല പറഞ്ഞു. അതൊക്കെ വേണം. പക്ഷെ എന്ത് വേണം? ഇതും വേണം. എപ്പോഴും ജീവിതം സഫലമാവുമ്പോഴാണ് ആധ്യാത്മികതയും വേണം, ഭൗതികതയും വേണം. സയൻസും വേണം, ആധ്യാത്മികതയും വേണം. രണ്ടും വേണം. ഇത് വേണ്ടെന്നല്ല, അതൊക്കെ വേണം. അപ്പോ അതിനെ നിഷേധിക്കണ്ട, ഇതിനെയും നിഷേധിക്കണ്ട. അപ്പൊ ഇവിടെ പറഞ്ഞ എന്താ? ഗായൻ വിലജ്ജോ വിചരേത സംഗ. ലജ്ജയില്ലാതെ എന്ത് ചെയ്യാ? നാമം ജയിച്ചിട്ട് നടക്കുക. അങ്ങനെ തുടങ്ങിയാൽ എന്താ ഉണ്ടാവുക? ഏവം വ്രത സ്വപ്രിയ നാമ കീർത്തിയ. ഇങ്ങനെയുള്ളൊരു വ്രതം, പ്രിയന്റെ നാമത്തിനെ കുറിച്ച് കീർത്തിക്കാൻ തുടങ്ങിയാൽ ജാതാനുരാഗോ ധൃതചിത്ത ഉച്ചൈ ഹസത്യതോരോതിരൗതികായത്യുന്മാധവം നൃത്യതി ലോകബാഹ്യ. ഇത് അതിൻ്റെ അടുത്ത സ്റ്റെപ്പാണ്. ലോകബാഹ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? നൃത്തം വയ്ക്കാൻ തുടങ്ങും. ചിലപ്പോൾ ചിരിക്കാൻ തുടങ്ങും, ചിലപ്പോൾ കരയാൻ തുടങ്ങും. ഇന്നലെ നമ്മൾ രുക്മിണി സ്വയംവരം കഴിഞ്ഞപ്പോൾ എന്താണ്ടായത്? ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾക്ക് എത്താൻ സാധിച്ചു. എന്ത്? രൗതികായത്യുന്മാധവൻ നൃത്യതി ലോകബാഹ്യ. ലോകത്തിനെ അവഗണിച്ചുകൊണ്ട് എന്ത് ചെയ്തു? ഈശ്വരനെ കുറിച്ച് നാമം പാടാൻ തുടങ്ങി. അപ്പൊ ശരീരബോധം നമുക്ക് ഇല്ലാതെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് എത്തും. എന്താ അത്? ഇവിടെ എന്ത് കണ്ടു അതൊക്കെ ഈശ്വരനാണ്. ഗംവായുമഗ്നിം സലിലം മഹിംച ജ്യോതിംഷി സത്വാനി ദിശോദ്രുമാതി. ജ്യോതിസുകളെ, ആകാശത്തിലെ ഗ്രഹങ്ങളെ കണ്ടാലും അഗ്നിയെ കണ്ടാലും വെള്ളം കണ്ടാലും, സരിൽ സമുദ്രം ഹരേ ശരീരം. സമുദ്രം കണ്ടാലും എന്ത് കണ്ടാലും എന്ത് തോന്നും? ഹരേ ശരീരം, എൻ്റെ ഭഗവാന്റെ ശരീരമാണ്, എൻ്റെ ഭഗവാനാണ് ഇതൊക്കെ എന്ന് തോന്നുക മാത്രമല്ല, അതിനെയൊക്കെ നമസ്കരിക്കാനും തോന്നും. യത്കിഞ്ചഭൂതം പ്രണമേതനന്യ. യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ,
യാതൊന്നു ചെയ്വതതു നാരായണാർച്ചനകൾ യാതൊന്നതൊക്കെ ഹരി നാരായണായ നമഃ. ശങ്കരാചാര്യ പറയും, ആത്മാത്വം ഗിരിജാമതി പ്രാണാശരീരം ഗൃഹം പൂജാതേ വിഷയോ ഭവോഗരചന. എനിക്ക് ഉറങ്ങേണ്ടി വരും. നിദ്രാസമാധി സ്ഥിതി, എനിക്ക് നടക്കേണ്ടി വരും. സഞ്ചാരപദയോ പ്രദക്ഷിണ വിധി, അത് അങ്ങയുടെ പ്രദക്ഷിണമായിട്ട് കണക്കാക്കണേ. ഒക്കെ ഈശ്വരനിലേക്ക് തിരിച്ചു വിടുകയാണ്. എനിക്ക് പലതും പറയേണ്ടി വരും. അതെന്തായിരിക്കും? അങ്ങയുടെ നാമങ്ങളായിട്ട് കരുതണം. എനിക്ക് ഉറങ്ങേണ്ടി വരും. അത് അങ്ങയുടെ ധ്യാനമായിട്ട് കരുതണം. അവസാനം എന്താ? യത്കർമ്മ കരോമി തത്തദഖിലം ശംഭോ തവാരാധനം. ഇവിടെ അതല്ലാതെ ഒന്നുമില്ല, എല്ലാം ഈശ്വരൻ. എന്ത് ചെയ്തോ ഈശ്വരാർച്ചന. ഈ ഒരു രൂപത്തിലേക്ക് എത്തും. അങ്ങനെയാണെങ്കിൽ 2-3 കാര്യങ്ങൾ തന്നെ ഉണ്ടാവും. എന്താ അത്? ഭക്തി, ജ്ഞാനം, വൈരാഗ്യം. വിളിച്ചു കൂട്ടൊന്നും വേണ്ട. ഭക്തി പരേശാനുഭവോ വിരക്തിർ അന്യത്ര ചൈഷത്രിക ഏകകാല. ഒരേ സമയത്തുണ്ടാവുക. ഭക്തി വന്നാൽ ഈശ്വരനെ കുറിച്ചിട്ടുള്ള അറിവും, അത് ഈശ്വരനെ കുറിച്ചുള്ള അറിവ് വന്നാൽ ഈശ്വരനല്ലാത്ത വസ്തുക്കളോടുള്ള വിരക്തി, താല്പര്യക്കുറവും ഉണ്ടാവും. എങ്ങനെ? ഭക്ഷണം കഴിക്കുമ്പോൾ ഉദാഹരണങ്ങളും നല്ല നല്ല ഉപമകളും പറയും. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് 3 കാര്യങ്ങൾ ഒപ്പം നടക്കുന്നതാണ്. തുഷ്ടി, പുഷ്ടി, ക്ഷുതപായോനുഗാസം. ദേഹത്തിന് പോഷണം ഉണ്ടാവും, വയറിൽ നിറയും, വിശപ്പ് മാറും, മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. ഏത് ഉരുളയെന്ന ഇതുണ്ടായത്? ഒറ്റ ടൈമിൽ, ഒരേ സെയിം ടൈമിലാണ് ഇതുണ്ടായത്. ഇതേപോലെ ഇത് 3 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആരാണോ ഭക്തിയോട് കൂടിയിട്ട് ഭഗവാനെ ഭജിക്കുന്നത്, ഇത്യച്യുതംഗ്രിം ഭക്തോ ഭജതോനുവൃത്യ ഭക്തിർ വിരക്തിർ ഭഗവത് പ്രബോധ ഭവന്തി വൈ ഭാഗവതസ്യ രാജം തതഃ പരം ശാന്തി മുപൈതി സാക്ഷാത്. അപ്പോൾ പരമമായിട്ടുള്ള ശാന്തി ഉണ്ടാകുന്നത്. ഇതിലേതെങ്കിലും ചെയ്യാൻ പറ്റാത്തതുണ്ടോ? എന്താ പറഞ്ഞ? എന്ത് ചെയ്യുമ്പോഴും ഈശ്വര സ്മരണ ഉണ്ടാവുക. അത് ഇന്നതെന്ന് പറഞ്ഞിട്ടില്ല. എന്താണോ അവനവൻ്റെ ഉപജീവനത്തിനുള്ള കാര്യം അത് ചെയ്യുമ്പോൾ ഈശ്വര സ്മരണ ഉണ്ടാവുക. അല്ലാതെ ഞാൻ ഈശ്വരനെ ആരാധിക്കാൻ തീരുമാനിച്ചു, ഇനി പണിയൊന്നും എടുക്കില്ല, അങ്ങനെയല്ല. ഒളിച്ചോട്ടല്ല ആധ്യാത്മികത. കർമ്മം ചെയ്യണം. അവനവന് കർമ്മമുണ്ട്. പഞ്ചമസ്കന്ധത്തിൽ മുതൽ എത്രയോ സ്ഥലത്ത് കണ്ടു. പോയ ആളെ ഇങ്ങോട്ട് പിടിച്ചോണ്ടെന്നു വീട്ടിലേക്ക്. എന്നിട്ട് പറഞ്ഞു, നീ വീട്ടിലിരിക്കുക പറഞ്ഞു, എൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുക. എൻ്റെ മനസ്സിനെയും അതുപോലെ തന്നെ 5 ഇന്ദ്രിയങ്ങളെയും ഒതുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നീ എവിടെയും പോകേണ്ട ആവശ്യമില്ല. അത് ഒതുക്കിയിട്ടുണ്ടെങ്കിൽ നീ എന്ത് ചെയ്താൽ മതി? വീട്ടിലിരുന്നാലും ഒരു കുഴപ്പമില്ല എന്നാണ്. മറ്റവൻ ഒതുക്കാത്തവൻ എവിടെ പോയിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞു. പിന്നീട് അപ്പോൾ രാജാവ് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള ഭക്തന്മാരെ എങ്ങനെ മനസ്സിലാക്കുക? എത്ര തരം ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ 3 തരത്തിലുള്ള ഭക്തന്മാരെ കുറിച്ച് പറഞ്ഞു. സർവഭൂതേഷു യപ്പശ്യത്, എല്ലാ ജീവജാലങ്ങളിലും ഈശ്വരനെ ആര് കാണുന്നുവോ അവനാണ് ഭാഗവതോത്തമൻ. അതുപോലെ തന്നെ ഇനി ഉത്തമനെ പറഞ്ഞ മധ്യമനെ പറയണം. ഈശ്വരേ തദധീനേഷു, അതിൻ്റെ നേരെ താഴത്ത് പറഞ്ഞു. ഈശ്വരൻ്റെ അടിയിൽ എഴുതിയത് എന്താ? പ്രേമം. ഈശ്വരനിൽ പ്രേമവും. തദധീനേഷു, അതിൻ്റെ നേരെ താഴത്ത് മൈത്രി, ഭക്തന്മാരിൽ മൈത്രിയും. അതുപോലെ തന്നെ ബാലിശേഷു, അതിൻ്റെ അടിയിൽ എന്താ? കൃപ, ദയ. ഇവിടെ കുട്ടികളല്ല, ഭക്തന്മാരിൽ തുടങ്ങിയിട്ടുള്ള ഭക്തി തുടങ്ങിയിട്ടുള്ള ആൾക്കാർക്ക് അവരോട് ദയയും കൃപയും. ഇനി ഭക്തന്മാരെ വിരോധിക്കണ ആൾക്കാർ, ഭഗവാനൊക്കെ ഇല്ല എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ അവരെ നേരാക്കാനൊന്നും വേണ്ട, അവരെ ഉപേക്ഷിക്കാം. അവരോടൊരു താല്പര്യക്കുറവും ആരിൽ കാണുന്നുവോ അവൻ മധ്യമൻ. ഇനി പ്രാകൃതനായിട്ടുള്ള ആള്, അടുത്ത് അധമന വേണ്ട. പക്ഷെ ഭാഗവതം ഒരു ഭക്തിയും താത്തി പറയില്ല അത്ര. അതുകൊണ്ടാണ് പ്രാകൃത ഭക്തൻ എന്ന് അവിടെ പറഞ്ഞത്. പ്രാകൃതന്റെ സ്വഭാവം എന്താ? അവന് ഭഗവാനൊക്കെ ഉണ്ട്. അർച്ചായാമേവ ഹരേ, അവൻ അമ്പലത്തിൻ്റെ ഉള്ളിൽ മാത്രമേ ആരുള്ളൂ? ഭഗവാനുള്ളൂ. ശ്രദ്ധയോട് കൂടിയിട്ട് ചെയ്യും. എന്നാൽ ഭക്തേഷു, പുറത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങിയ മറ്റുള്ളവനെ എങ്ങനെ ദ്രോഹിക്കാം, അവൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന പൈസ എങ്ങനെ നമ്മുടെ പോക്കറ്റിലേക്ക് എത്തിക്കാം എന്ന് അമ്പലത്തിൻ്റെ ഉള്ളിൽ മാത്രം ഭഗവാനെ കാണുന്ന ആളാണ്. അത് ആരാണ്? പ്രാകൃതനാണ്. അപ്പൊ ചുരുക്കത്തിൽ എന്തിനങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മളിത് ഏത് കാറ്റഗറിയിൽ പെട്ടു നമ്മൾ തന്നെ കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഓരോരുത്തരും അതിൽ നിന്ന് ഉയർന്നു പോകണമെന്നാണ്. ഇനി ആ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള അതുപോലെ തന്നെ ഭാഗവത ഉത്തമ ഭക്തനെ ഒരുപാട് ശ്ലോകങ്ങളിലൂടെയാണ് ഉത്തമ ഭക്തനെ നിർണയിക്കില്ലെങ്കിൽ ലക്ഷണം പറയാം. ത്രിഭുവന വിഭവ ഖേദവ്യകുണ്ട സ്മൃതിരചിതാത്മ സുരാധി വിർവിമൃഗ്യ, 3 ലോകത്തിലുള്ള വിഭവങ്ങളിൽ ഒക്കെ കൊടുക്കുക. പറയുക, ഒരു നിമിഷ നേരം, ഒരു നിമിഷവും വേണ്ട, അതിൻ്റെ പകുതി ലവാർത്ഥം, ക്ഷണാർത്ഥം, ആ സമയം നീ ഭഗവാൻ എന്ന് മറക്കണം എന്ന് പറഞ്ഞാൽ അവൻ സമ്മതിക്കില്ല. എനിക്കിതൊന്നും വേണ്ട, എനിക്ക് ആ ഭഗവാന്റെ പാദങ്ങളിൽ കുറച്ച് ബുദ്ധി മതി, മനസ്സ് മതി എന്ന് പറയും. അങ്ങനെയുള്ള ആളാണ്. അങ്ങനെ കുറേ ഇവിടെ പറയും. അങ്ങനെയുള്ള ഭഗവാൻ, അങ്ങനെയുള്ള ആ ഭക്തന്റെ ഉള്ളിലേക്ക്, ഹൃദയത്തിലേക്ക്
ഭഗവാൻ കയറി ചെല്ലും. എങ്ങനെ? ഭഗവാന്റെ ഭഗവത ഒരു വിക്രമാംഗ്രിശാഖ നഖമണി ചന്ദ്രികയാ നിരസ്തതാവേ. ഭഗവാന്റെ പാദങ്ങളിലെ നഖത്തില് ചന്ദ്രശോഭയാണ് എന്നാ പറയാ. ഒരുപാട് ആയിരക്കണക്കിന് കോടിക്കണക്കിന് ചന്ദ്രന്മാരുടെ ശോഭയുണ്ടെന്നൊക്കെ പറയും. ഒരു ശോഭ, ഒരു ചന്ദ്രശോഭയും കൊണ്ട് തന്നെ എന്തുണ്ട്? നല്ല നിലാവുണ്ടാവുന്ന. അപ്പൊ അത്രയും ശോഭയുള്ളതാണ് എന്ത്? ഭഗവാന്റെ പാദപത്മങ്ങളിലെ നഖത്തിന്റെ ശോഭ. ഇവിടെ പറയാണ് അങ്ങനെ ആ ഭഗവത് പാദങ്ങളിൽ നിന്ന് വരുന്ന ആ ഒരു ഐശ്വര്യത്തിന്റെ ആ ഒരു പ്രകാശം കൊണ്ട്, ജ്ഞാനം കൊണ്ട് ഇവന്റെ ദുഃഖങ്ങളെല്ലാം ഇല്ലാതെയാകും. എന്നിട്ട് അവന്റെ ഹൃദയം തെളിയും. അങ്ങനെയുള്ള ഭക്തന്റെ ഉള്ളിൽ ഭക്തൻ എന്ത് ചെയ്യും? ഭക്തൻ വിസൃജതി ഹൃദയം നയസ്യ സാക്ഷാത് ഹരിരവശാഭിഹതോപ്യഘൗഘനാശ. സകല പാപകൂപാരങ്ങളും ഇല്ലാതെയാക്കിയിട്ട് പ്രണയരശനയാതൃതംഗ്രി പത്മ, പ്രണയമാകുന്ന ഭക്തിയാകുന്ന ചരട് കൊണ്ട് അവൻ ഭഗവാന്റെ പാദപത്മങ്ങളെ സ്വന്തം ഹൃദയത്തില് കെട്ടിയങ്ങിടുന്ന് പറയണം. കാല് കെട്ടിയിട്ടാ പിന്നെ പോവാൻ പറ്റൂ. അപ്പൊ എവിടെ കെട്ടിയിട്ടുള്ളത്? ഭഗവാന്റെ പാദപത്മങ്ങളെ സ്വന്തം ഹൃദയത്തില് കെട്ടിയിട്ടു. അങ്ങനെയുള്ള ഭക്തൻ സഭവതി ഭാഗവത പ്രധാന ഉക്ത. ഇവനെ ഭാഗവത, ഇത്തരം ആളുകളെ ഭാഗവത പ്രധാനൻ എന്ന് പറയുന്നു എന്നാണ്. അപ്പൊ ഈ ഉത്തരം പറഞ്ഞത് ആരാണ്? രണ്ടാമത്തെ ആളാണ് കവി ഹരി. ഇനി മൂന്നാമത്തെ ആള് അന്തരീക്ഷനാണ്. അന്തരീക്ഷനോട് ചോദിക്കണത് മായ എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞു. മായയെ കുറിച്ചിട്ട് വിശദമായിട്ട് പറഞ്ഞു. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഉള്ളതിനെ ഇല്ല തോന്നിക്കുക, ഇല്ലാത്തതിനെ ഉണ്ട് തോന്നിക്കുക, ഇതാണ് മായ എന്നാണ്. അതുകൂടെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ വിചാരം എന്താ? ഈശ്വരനല്ലാത്ത വസ്തുക്കളെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിന്റെ പിന്നാലെ പോകണമെങ്കിൽ എന്തിനാ? സുഖം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അവസാനം കിട്ടുക എന്താ? സുഖമല്ല, ദുഃഖമാണ്. ഇത് അറിയാതെ അതിന്റെ പിന്നാലെ പോവുക. അത് തന്നെയാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ. പിന്നീട് ചോദിച്ചു മായയെ തരണം ചെയ്യാൻ എന്താ വഴി ചോദിച്ചു. പ്രബുദ്ധനാണ് അതിനുള്ള ഉത്തരം പറഞ്ഞാൽ. എന്താ പ്രബുദ്ധൻ? പ്രഹർഷേണ ബുദ്ധി തെളിഞ്ഞിട്ടുള്ള ആള്. അത് നല്ല പേരുകളാണ്. അതൊക്കെ നല്ല, ഇതൊക്കെ എത്ര നേരമാണെങ്കിലും നമുക്ക് ചിന്തിക്കാം. പിന്നീട് അപ്പൊ അദ്ദേഹം പറഞ്ഞു അതിനൊറ്റ വഴിയുള്ളൂ എന്നാണ്. തസ്മാത് ഗുരും പ്രബദ്ധ്യേത ജിജ്ഞാസു ശ്രേയ ഉത്തമം. നല്ല അറിവുള്ള ഒരു ഗുരുനാഥനെ അല്ലെങ്കിൽ ആ ഗ്രന്ഥങ്ങളെ ഒക്കെ സമീപിക്കുക. എന്നിട്ട് എന്ത് മനസ്സിലാക്കുക? ഭഗവാനെ കുറിച്ചിട്ട് മനസ്സിലാക്കുക. എന്നാൽ എന്തായി? ഈ ഭഗവാൻ പറഞ്ഞാൽ ആര് കേൾക്കും? മായ കേൾക്കും എന്നാണ്. അതിന് വേറൊരു ഉദാഹരണം ചിന്മയാനന്ദ സ്വാമി പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്താ? മായയെ പിടിച്ചിട്ട് നായയാക്കി എന്നാണ്. നായ ഉണ്ട് ഒരു വീട്ടില്. അപ്പൊ നമുക്ക് ആ വീട്ടിൽ പോകണം, ഗൃഹനാഥനെ കാണണം. അപ്പോൾ എന്ത് ചെയ്യാം? 2-3 വഴിയുണ്ട്. ഒന്നുകിൽ നായയെ നേരിടാം, വലിയ നായയാണെന്നാണ്, അതിനെ നേരിടാം, എന്നിട്ട് അതിൻ്റെ കടിയൊക്കെ മേടിക്കാം, എന്നിട്ടോ ജില്ലാ ആശുപത്രിക്ക് പോവാം. അല്ലെങ്കിൽ എന്താ വഴിയുള്ളത്? ഈ അവിടേക്ക് അദ്ദേഹത്തിനെ ഉടമസ്ഥനെ കാണൽ ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് എന്നുള്ള രീതിയിലാക്കാം. ഇല്ലെങ്കിലോ ആ നായയുടെ ഉടമസ്ഥനെ വിളിക്കുക. അപ്പം എന്തായി? ഉടമസ്ഥനെ ഇങ്ങോട്ട് വന്ന് നായയെ ഇങ്ങോട്ട് പേര് വിളിച്ചാൽ നായ മാറിപ്പോകും. അപ്പം ഇതിൽ ഏതാ ഏറ്റവും എളുപ്പമുള്ള വഴി? ആര് പറഞ്ഞാലാ നായ കേൾക്കാച്ച അയാളെ ആദ്യം വിളിക്കുക. അപ്പം ഇവിടെ മായ ആരെ ആശ്രയിച്ചാലാ മായ ഇല്ലാതെയാവുക? ഭഗവാൻ. അപ്പോൾ മായയോട് യുദ്ധം ചെയ്യാൻ പോണ്ട, മായയെക്കുറിച്ച് ശ്രദ്ധിക്കാൻ പോണ്ട. എന്ത് ചെയ്താൽ മതി? ഭഗവാനെ ആശ്രയിച്ചാൽ മതി. അതിനെന്താ വഴി? അതിന് ഭക്തി ഉണ്ടാവണം. ഭക്തി ഉണ്ടാവാനുള്ള വഴിയൊക്കെ അവിടെ ഗംഭീരമായിട്ട് പറഞ്ഞു. പിന്നീട് ഭഗവാന്റെ രൂപം എന്താണെന്ന് ചോദിച്ചു. ഈ നാരായണന്റെ രൂപം എന്താ ചോദിച്ചു. പിപ്പലായനാണ് പറഞ്ഞത്. നാരായണനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ നാരായണൻ ഉണ്ടല്ലോ, സ്ഥിത്യുദ്ഭവ പ്രളയ ഹേതുരഹേതുരസ്യ, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി, സ്ഥിതി, അതുപോലെ തന്നെ ലയിക്കല്, ഇതിനൊക്കെ എന്താണോ ഹേതുവായി കാരണമായിട്ടുള്ളത്. എന്നാൽ മറ്റ് ഒന്നിനും ഇദ്ദേഹത്തിന് എന്ത്, ഈ ഭഗവാന് വേറൊന്നും കാരണമല്ല. അങ്ങനെ അകാരണനുമായിട്ടുള്ളത് ആരാണോ അതാണ് ഭഗവാൻ എന്ന് പറഞ്ഞു തുടങ്ങി. പിന്നെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മനസ്സിന്റെ മാലിന്യം നീങ്ങാനുള്ള ആ കർമ്മയോഗം എന്താണെന്ന് ചോദിച്ചു. ആവിർഗോത്രനാണ് അതിന് പറഞ്ഞത്. ചുരുങ്ങിയത് വിഗ്രഹാരാധനയെ കുറിച്ചിട്ടാണ് പറയുന്നത്, ക്ഷേത്രത്തിലുള്ള ആരാധന. എന്താ? ഭഗവാനെ, പ്രപഞ്ചം മൊത്തം നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെ ഒരു പ്രത്യേക ഒരു രൂപത്തിൽ നമ്മളുടെ അവിടെ പിടിച്ചു നിർത്തുക. അതാണ് പ്രതിഷ്ഠ, പ്രഹർഷേണം പിടിച്ചു നിർത്തുക. എന്നിട്ട് ആ ഭഗവാനെ നമ്മുടെ പ്രഭുവായിട്ട് കണ്ടുകൊണ്ട് നിവേദ്യങ്ങളൊക്കെ സമർപ്പിച്ച് നാമജപത്തോട് കൂടിയിട്ട് ആ ഭഗവാനെ ആശ്രയിക്കുക, നമസ്കരിക്കുക ഒക്കെ ചെയ്യുക. അപ്പൊ ഈ ഭഗവാനെ അറിയാൻ എന്താ? അവതാരങ്ങളാണ്. അപ്പൊ ഏതൊക്കെ അവതാരങ്ങളെ ചോദിച്ചു. ദ്രുമിളനാണ് അതിനുള്ള മറുപടി പറഞ്ഞു. അവതാരങ്ങളൊന്നും പറഞ്ഞാൽ തീരില്ല. ആരെങ്കിലും അവതാരം പറഞ്ഞു തരാം എന്ന് പറഞ്ഞു വെച്ചാൽ നമ്പർ ഇട്ട് പറയാമെന്ന് വിചാരിച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി. അയാൾക്ക് ബുദ്ധിയില്ല, ബാലിശ മതിയാണ്, കുട്ടി ബുദ്ധിയാണ്, ബാലബുദ്ധിയാണെന്ന് കരുതിയാൽ മതി എന്നാണ്. എന്താ? പറഞ്ഞാൽ തീരില്ല. യോവാ അനന്തസ്യ ഗുണാനന്ദൻ അനുക്രമിഷ്യൻ സതു ബാലബുദ്ധി. ആരെങ്കിലും പറയണം ഞാൻ പറഞ്ഞുതരാം ഭഗവാന്റെ അവതാരം എന്ന് പറഞ്ഞാൽ
അയാൾക്ക് എന്തില്ല, ബുദ്ധിയില്ല എന്ന് മനസ്സിലാക്കിയാൽ മതി. കാരണം എന്താ, ഇതൊന്നും എണ്ണിയാൽ തീരില്ല എന്നാണ്. ലോകത്തിലുള്ള ഭൂമിയിലുള്ള മണൽത്തരികളെ വേണമെങ്കിൽ എണ്ണി തീർക്കാം, പക്ഷെ ഒരിക്കലും ഭഗവാന്റെ അവതാരങ്ങളെ എണ്ണി തീർക്കാൻ പറ്റില്ല. എന്നിട്ട് കുറേ എണ്ണത്തിനെ അവിടെ എടുത്ത് പറയുകയും ചെയ്തു, ഓരോരോ അവതാരങ്ങളെ കുറേ എടുത്ത് പറഞ്ഞു. അവസാനം കൃഷ്ണനെയൊക്കെ പറഞ്ഞു, ഭൂമേർ ഭാരാവതരനായ യദുഷ്വജന്മ ജാതകരിഷ്യതി സുരൈരവി ദുഷ്കരാണി എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഹരിഭജനം ചെയ്യാത്തവൻ്റെ വഴി എന്താ ചോദിച്ചു. അത് കപിലോപദേശത്തിലും പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താ ചെയ്യാത്തവൻ്റെ വഴി? അവിടെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കും. ഏത് അധ്രുവസ്യ ദേഹസ്യ എന്താ അന്ന് എന്താ പറഞ്ഞ ദേഹം, ഈ ദേഹം എന്നും തന്നോടൊപ്പം ഉണ്ടാവും എന്നും പറഞ്ഞുകൊണ്ട് അതിലും അതുപോലെ തന്നെ മറ്റുള്ള നശിക്കുന്ന വസ്തുക്കളിൽ മനസ്സിനെ കെട്ടിയിടപ്പെട്ടുകൊണ്ട് ആയുസ് പോണത് അറിയാതെ ഇവിടെ മരണം പുനരഭിജനനീ ജഡരേ ശയനം അതിങ്ങനെ വട്ടം തിരിഞ്ഞുകൊണ്ട് ഇവിടെ ഉണ്ടാവും എന്നാണ്. എന്നിട്ട് അവസാനം എന്താ, കഷ്ടപ്പെട്ട് സമ്പാദിച്ചതൊക്കെ ഉപേക്ഷിച്ചിട്ട് നരകത്തിലേക്ക് പോവും വേണ്ടിവരും എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇതെന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്, ഓരോ യുഗത്തിലും എങ്ങനെയാണ് ഭഗവാനെ ആശ്രയിക്കേണ്ടത് ചോദിച്ചു. അപ്പോൾ ഓരോ യുഗത്തിലെയും കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, കലിയുഗത്തിൽ ഇതിന് വളരെ എളുപ്പമാണ്. എന്താണ്, നാമജപത്തിലൂടെ ആ ഭഗവാനെ എന്ത് ചെയ്യുക, വീണ് നമസ്കരിക്കുക. ഏത് ഭഗവാനെ? എപ്പോഴും ധ്യാനിക്കുക. ധ്യേയം സദാ പരിഭവഗ്നമഭീഷ്ടദോഹം തീർത്ഥാസ്പദം ശിവവിരിഞ്ചിനുതം ശരണ്യം ഭൃത്യാർത്തികം പ്രണതപാലഭവാബ്ദിബോധം വന്ദേ മഹാപുരുഷത്തെ ചരണാരവിന്ദം. ധ്യേയം സദാ ധ്യേയം, എപ്പോഴും ധ്യാനിക്കാം. ആരെ? പരിഭവഗ്നമഭീഷ്ടദോഹം, എല്ലാ പരിഭവങ്ങളും ഇല്ലാതെയാക്കിക്കൊണ്ട് അഭീഷ്ടങ്ങളെ ദാനം ചെയ്യുന്ന ആ ഭഗവാന്റെ തീർത്ഥാസ്പദം ശിവവിരിഞ്ചിനുതം ശരണ്യം, എല്ലാ തീർത്ഥങ്ങൾക്കും ഉറവിടമായിട്ടുള്ള ആശ്രയിക്കുന്ന ശിവൻ, ബ്രഹ്മാവ് തുടങ്ങിയവര് ശരണം പ്രാപിക്കുന്ന ആ ഭഗവാനെ, ഭഗവാന്റെ പ്രത്യേകത എന്താ? ഭൃത്യാർത്തികം, ആ ഭക്തന്റെ എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാതാക്കുന്ന പ്രണതപാലഭവാബ്ദിബോധം, പ്രണമിക്കുന്നവരെ പരിപാലിക്കുന്ന ഈ സംസാര ജീവിതത്തിനെ അപ്പുറത്തേക്ക് കടത്തുന്ന വാഹനമായിട്ടുള്ള ആ ഭഗവാന്റെ വന്ദേ മഹാപുരുഷത്തെ ചരണാരവിന്ദം, ആ ഭഗവാന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുക, ധ്യാനിക്കുക. ധ്യേയം സദാ പരിഭവഗ്നമഭീഷ്ടദോഹം തീർത്ഥാസ്പദം ശിവവിരിഞ്ചിനുതം ശരണ്യം ഭൃത്യാർത്തികം പ്രണതപാലഭവാബ്ദിബോധം വന്ദേ മഹാപുരുഷത്തെ ചരണാരവിന്ദം. പിന്നെയോ മറ്റൊരു അവതാര രൂപത്തിനെ കുറിച്ച് പറയുകയാണ്. എല്ലാം ഉപേക്ഷിച്ചിട്ട് ത്യജിക്കാൻ നല്ല ബുദ്ധിമുട്ടുള്ള ഐശ്വര്യ സമൃദ്ധമായിട്ടുള്ള ആ രാജ്യ ലക്ഷ്മിയെ ഉപേക്ഷിച്ചിട്ട് त्यक्त्वा सुदुस्त्यजसुरेप्सितराज्यलक्ष्मीं ധർമ്മിഷ്ഠ ആര്യവചസ യതകാദരണ്യം, അരണ്യത്തിലേക്ക് കാട്ടിലേക്ക് പോയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ആര്യവചസ, അച്ഛൻ്റെ വാക്കുകളെ സത്യമാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവിടെ പോയിട്ടോ മായാമൃഗം ദഹിതയിത്സിതമന്വധാവത്, ആ മായയാകുന്ന മാനിൻ്റെ പിന്നാലെ പോയിട്ടുള്ള ആ ശ്രീരാമചന്ദ്രസ്വാമിയെ കുറിച്ചിട്ട് പറയുകയാണ്. എന്ത് ചെയ്യുക? ആ ഭഗവാന്റെ വന്ദേ മഹാപുരുഷത്തെ ചരണാരവിന്ദം, ചരണാരവിന്ദങ്ങളെ വീണ് നമസ്കരിക്കുക. തെക്ത്വാ സുദുസ്ത്യജസുരേപ്സിതരാജ്യലക്ഷ്മീ ധർമ്മിഷ്ഠ ആര്യവചസ യതകാദരണ്യം മായാമൃഗം ദയിതയിത്സിതമന്വധാവത് വന്ദേ മഹാപുരുഷത്തെ ചരണാരവിന്ദം. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. പിന്നെയും കുറെ കാര്യങ്ങൾ പറഞ്ഞു. അവസാനം ഉപസംഹരണമായിട്ട് പറഞ്ഞു, സ്വപാദമൂലം ഭജത പ്രിയസ്യ ത്യക്തന്യഭാവസ്യ ഹരിപരേശ വികർമ്മയച്ചോത്പതിതം കദഞ്ചിത് ദുനോതി സർവം ഹൃതി സന്നിവിഷ്ട. ആ ഭക്തന്റെ ഹൃദയത്തിലേക്ക് ഭഗവാൻ കണ്ട് കയറും. എന്നിട്ട് സകലമാന മാലിന്യങ്ങളിൽ ഇല്ലാതാക്കിക്കൊണ്ട് അനുഗ്രഹ വർഷം ചുരിയും എന്നാണ്. ഹൃദയത്തിൽ ഭഗവത് സാന്നിധ്യം ഉണ്ടാവുന്നതാണ്. പിന്നീട് നാരദൻ പറഞ്ഞു, ഈ എന്തിനാ വസുദേവരെ അങ്ങ് പേടിക്കണത്? ഇന്ന് അങ്ങയുടെയും ദേവകിയുടെയും ദാമ്പത്യത്തിൻ്റെ യശസ് കൊണ്ട് പ്രശസ്തിയും കൊണ്ട് ലോകം നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. യുവയോ ഖലു ദമ്പത്യോ യശസാ
പൂരിതം ജഗത്. എന്താ അറിയാൻ കാരണം? ഇവരുടെ പുത്രനായിട്ട് പുത്രത്വാമഗദ്വാം അഗമദ്യദ്വാം ഭഗവാൻ ഈശ്വരോ ഹരി. സാക്ഷാൽ ഭഗവാൻ ഒരു രൂപം എടുത്തു വരണം, മനുഷ്യരൂപം എടുത്തു വരണം എന്ന് തീരുമാനിച്ചപ്പോൾ നിങ്ങളെയല്ലേ അച്ഛനെയും അമ്മയുമായിട്ട് ആ ഭഗവാൻ തെരഞ്ഞെടുത്തത്. അതുകൊണ്ട് നിങ്ങളുടെ പ്രശസ്തിയും കൊണ്ട് നിങ്ങളുടെ യശസ്സും കൊണ്ട് ലോകം നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കണം. ആ ഭഗവാനെ നിങ്ങൾ ദർശനാലിംഗനാലാപേർ കണ്ടില്ലേ, എടുത്തില്ലേ, ഒപ്പം നടന്നില്ലേ, കടന്നില്ലേ, ഭക്ഷണം കൊടുത്തില്ലേ. പുത്രസ്നേഹം പ്രകുർവതോ, പുത്രനെ പോലെ നിങ്ങൾക്ക് കാണാൻ സാധിച്ചല്ലോ. ആ ഭഗവാൻ ഉണ്ടല്ലോ, വൈരേണയം നൃപതയ ശിശുപാല പൗണ്ട്ര സാൽവാദയോഗതി. ആ ശിശുപാലൻ, പൗണ്ട്രകൻ, കംസൻ എന്നുള്ളവരൊക്കെ വിപരീതമായിട്ട് ചീത്ത പറഞ്ഞിട്ടും കൂടി വിഷമോസ്തം പുരട്ടിയിട്ടുള്ള സ്തനം കൊടുക്കാൻ വന്ന പൂതനയ്ക്കും കൂടി എന്താ കൊടുത്ത്? തൽസാമ്യമാപുരനുരക്ത, തന്നോട് സാമ്യതയുള്ള അവസ്ഥയിലേക്ക് എത്തിക്കുകയല്ലേ ചെയ്ത്. ആ ഭഗവാൻ സ്നേഹത്തോടു കൂടിയിട്ട് ഇങ്ങനെ പുത്രസ്നേഹം ആ ഭഗവാനിൽ പുലർത്താൻ സാധിച്ച നിങ്ങളുടെ കാര്യം ഇനി എന്താ? തൽസാമ്യമാപുരനുരക്തധിയം പുനഃകിം എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ കാര്യം പറയാനുണ്ടോ എന്നാണ്. കാരണം അത്രയ്ക്ക് കാരുണ്യമുള്ള ആ മൂർത്തിയാണ് ആര്? ആ ഭഗവാൻ. അപ്പം നിങ്ങളുടെ കാര്യം ഇനി പറയാനുണ്ടോ എന്നാണ്. അപ്പോൾ അവര് നിന്റെ ഇടയിൽ കൂടെ ആ ഭാഗവത ധർമ്മം ഉപദേശിച്ച അവര് എല്ലാവരും കാണത്തല തന്നെ അവര് അവിടെ നിന്ന് യാത്രയായി എന്നാണ്. ജായന്തേയാൻ മുനീൻ പ്രീത സോപാധ്യായോ ഒക്കെ അവർക്ക് പൂജയൊക്കെ നൽകി അവര് എല്ലാവരും കാണത്തലെ അന്തർധതിരി എന്നാണ്, അവര് അന്തർധാനം ചെയ്തു എന്നാണ്. പിന്നീട് പറഞ്ഞു ആരാണോ ഇതൊക്കെ കേൾക്കുന്നത് അവർക്ക് ബ്രഹ്മഭൂയായ കൽപ്പത, ഈശ്വര ജ്ഞാനം ബ്രഹ്മത്തിനെ ആശ്രയിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ടാണ് ആ ഭാഗം അവിടെ ഉപസംഹരിച്ചത്. ഇനി അടുത്ത ഒരു അധ്യായത്തിൽ ഭഗവാന് ഇവിടെ വന്നിട്ട് 125ഓളം വർഷങ്ങളായി. അപ്പം എന്ത് വേണം? മനുഷ്യ ശരീരത്തിനെ സ്വീകരിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം അതിനെ ഉപേക്ഷിക്കണം എന്നൊക്കെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ദേവന്മാർ വരികയാണ്. ഒരു സ്തുതിയാണ്, അത് നമുക്ക് പാരായണം ചെയ്തിട്ട് അനുസ്മരിക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.